നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്ങനെ മനസ്സിലായി? രൂപേഷേട്ടാ, ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് കാലം നമ്മൾ അയാളുമായിട്ട് ഇടപഴകണമെന്നൊന്നുമില്ല. ഒരു തവണ അയാളോട് അടുത്ത് പെരുമാറിയാ മതി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാള് എങ്ങനെയുള്ള വ്യക്തിയാണെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ഈ നിഖിലുണ്ടല്ലോ ഒരു വിളഞ്ഞ വിത്ത. ഈ വീട്ടിലെ എല്ലാവരെയും വിറ്റ കാശ് അവന്റെ പോക്കറ്റിലുണ്ട്. ഏയ്, ദർശനയ്ക്ക് വെറുതെ തോന്നുന്ന ഇങ്ങനെ വളവളന്ന് സംസാരിക്കുന്നേ ഉള്ളൂ. ആളൊരു പാവ. ചിലരങ്ങനെയാ രൂപേഷേട്ടാ, പാവമാണെന്ന് ഭാവിക്കും, ഒന്നും അറിയില്ലെന്ന് നടിക്കും. എന്നാ അവർക്കെല്ലാം അറിയാം. ബുദ്ധിപൂർവം അവസരം നോക്കി സ്വന്തം കാര്യം നേടാൻ അവര് മിടുക്കന്മാരാ. രൂപേഷേട്ടൻ പറഞ്ഞതുപോലെ ഈ നിഖില് അത്രയ്ക്ക് പാവമൊന്നുമല്ല. മോനെ, ഇപ്പൊ വേദന ഉണ്ടോടാ? ഏയ്, ചെറുതായിട്ട്. ആ, എന്നാ നമുക്ക് ആശുപത്രി പോവാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. വിരലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ? ഒന്നുമില്ല. അതെ, കാറിന്റെ ഡോർ അടച്ചപ്പോ വിരൽ അതിന്റെ ഇടയിലായിപ്പോയി. ആ, എവിടെ നോക്കട്ടെ. കുറച്ചേ ഐസ് ക്യൂബ് എടുത്ത് കെട്ടിവെച്ചാ മതി, വേദന മാറും. ഐസ് ക്യൂബൊക്കെ വെച്ച് കെട്ടി. ഏട്ടത്തി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഏട്ടത്തിയാ ഐസ് ക്യൂബ് വെച്ചത്. ഏടത്തിയോ? ഏത് ഏട്ടത്തി? ദർശന ഏട്ടത്തി. ഓ, അത് ശരി. ദർശന നീ ഏട്ടത്തി എന്നാണോ വിളിക്കുന്നത്? പിന്നെന്താ ഞാൻ വിളിക്കണ്ടേ? ഏട്ടത്തിന്ന് തന്നെയാ വിളിക്കേണ്ടത്. പ്രായം കൊണ്ടൊരു പക്ഷേ ഒപ്പമായിരിക്കും, പക്ഷേ സ്ഥാനം കൊണ്ട് നിനക്ക് ഏട്ടത്തി തന്നെയാ. ഓ, നിനക്ക് നല്ലതുപോലെ കണ്ണേറ് കിട്ടിയിട്ടുണ്ട്. വറ്റലും മുളകും കല്ലുപ്പും കൊണ്ട് ഒന്ന് ഒഴിഞ്ഞിടാ. എന്താ, കണ്ണേറ് മാറാനേ അത് നല്ലതാ. എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരാമേ. ഈ അമ്മയുടെ ഒരു കാര്യം, ഇതൊക്കെ ആർക്കായാലും പറ്റുന്ന അബദ്ധമല്ലേ? കണ്ണേറ് പോലും ശാസ്ത്രീയമായിട്ട് എന്തടിസ്ഥാനമുള്ളത്? ഉപ്പ് മുളക് ഒഴിഞ്ഞിട്ട കണ്ണേറ് മാറുമെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സത്യ, ചിലര് നോക്കിയ തന്നെ കണ്ണേറ് കിട്ടും. ഇവിടെ ഇപ്പൊ ആരുടെ കണ്ണേറ് കിട്ടാനാ? ആ ഗിരിജയൊന്ന് നോക്കിയ മതിയല്ലോ, എന്തും വാടി കരിഞ്ഞു പോവും. അല്ല, ദർശനേട്ടത്തെ കുറിച്ച് എന്താ അപ്പച്ചിയുടെ അഭിപ്രായം? നല്ല കുട്ടിയാ രൂപേഷ് മോനെ, ദൈവമായിട്ട് കൊണ്ടു കൊടുത്തതാ അതിനെ. സത്യത്തില് ഈ വീടിന്റെ ഭാഗ്യം തന്നെയാ ദർശന. അതെ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. നമ്മുടെ വീട്ടിലെ ഒരു IPS കാരെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു അഭിമാനമല്ലേ? തിരിഞ്ഞു നിക്കങ്ങോട്ട്. എടാ, അതിലോട്ട് തുപ്പാൻ. അതിലോട്ട് എന്തെങ്കിലും കണ്ണേറ് തട്ടിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ തന്നെ മാറും. പിന്നെ കണ്ണേറ് ഏട്ടത്തിയോട് നിങ്ങൾ സംസാരിച്ചോ? എന്ത്? അഞ്ജനയുടെയും നിഖിലിന്റെയും കല്യാണ കാര്യം. ഇല്ല, സംസാരിച്ചില്ല. സംസാരിക്കണ്ടേ? സംസാരിക്കണം. ഇനി ഈ കാര്യം വൈകാൻ പാടില്ല. ഇത് ദർശനോട് ആലോചിക്കുന്നതല്ലേ കൂടുതൽ നല്ലത്? ഒരിക്കലും അല്ല.
നമ്മൾ ഇത് ദർശനയോട് പറഞ്ഞ് ദർശന പറ്റില്ല എന്ന് പറഞ്ഞാ പിന്നെ നമുക്കത് സംസാരിക്കാൻ ഒരവസരവും കിട്ടില്ല. എന്നാ നിങ്ങളിത് ഏട്ടത്തിയുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ സമ്മതം വാങ്ങിയ ഏട്ടത്തി ഇക്കാര്യം സന്ദർഭം അനുസരിച്ച് ദർശനയോട് പറയും. ഏട്ടത്തി പറയുന്നത് കൊണ്ട് ദർശനയ്ക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റില്ല. നിഖിലിനോട് നീ ഈ കാര്യം സംസാരിച്ചോ? അവന്റെ സമ്മതം കൂടി അറിയണ്ടേ? അതിന്റെ ഒരു കാര്യവും ഇല്ല. അവന് സമ്മതം തന്നെയാ. അങ്ങനെ അവൻ നിന്നോട് പറഞ്ഞോ? ഞാൻ അവന്റെ അമ്മയാ. ഞാൻ പറയുന്നത് അവന്റെ സമ്മതം. അങ്ങനെ ആയാ നല്ലത്. എല്ലാം റെഡിയാക്കിക്കൊണ്ട് വരുമ്പോ സമ്മതം അല്ലാന്നെങ്ങാനും അവൻ പറഞ്ഞ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അവൻ അങ്ങനെയൊന്നും പറയില്ല. അവനെ പ്രസവിച്ചതേ ഞാനാ. അത് തന്നെ എന്റെ സംശയം. നിന്നെപ്പോലെ അവനും മിനിറ്റ് വെച്ച് വാക്ക് മാറ്റി പറയില്ലെന്ന് ആര് കണ്ടു? ഞാൻ എപ്പോഴാ മനുഷ്യ നിങ്ങളോട് വാക്ക് മാറ്റി പറഞ്ഞിട്ടുള്ളത്? നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ ഞാൻ സംസാരിക്കാം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ സംസാരിക്കണം. എന്നിട്ട് പോയാൽ മതി ഓഫീസിലോട്ട്. ഇപ്പോഴോ? വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് സംസാരിക്കാം. കിട്ടിയില്ലേ? ഇല്ല സാർ. എങ്ങനെയെങ്കിലും നോക്കി എടുക്കണോ? അവരങ്ങനെ കയറുന്ന ചെക്ക് ചെയ്യ്. ഒന്ന് പോയി നോക്ക്. ഞാൻ പറയുന്ന കേൾക്ക്. ശരി സാർ. വേഗം ചെല്ല്. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? ആവശ്യമുള്ളപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചോളന്ന് പറഞ്ഞതല്ലേ? ഒരു അത്യാവശ്യ കാര്യമുള്ളോണ്ടാ ഞാനിപ്പോ മുതലാളിയെ വിളിച്ചത്. എന്തത്യാവശ്യം? നീ ഇങ്ങോട്ട് വിളിക്കുന്നത് ആരെങ്കിലും കേട്ടാ തന്നെ എനിക്ക് അപകടമാണ്. എനിക്ക് മുതലാളിയെ നേരിട്ട് കാണണം. എനിക്കൊന്നും കേൾക്കണ്ട. എന്തായാലും കേട്ടേ പറ്റൂ. അന്ന് ദർശന മാഡത്തിനെ തട്ടിക്കൊണ്ടുപോകാൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളെ 2 പേരെയും പോലീസ് പിടിച്ചു. അവരിതുവരെ പോലീസിനോടൊന്നും പറഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് അവരെ ജാമ്യത്തിലിറക്കാനുള്ള സഹായം മുതലാളി ചെയ്തേ പറ്റൂ. എന്റെ രാജു, എനിക്കിതിന്റെ പിന്നാലെ ഒന്നും നടക്കാൻ വയ്യ. അതൊക്കെ നീ എങ്ങനെയാന്ന് വെച്ചാൽ ഡീൽ ചെയ്താൽ മതി. പണം എത്രയാണെന്ന് പറഞ്ഞാ ഞാൻ അവിടെ എത്തിക്കാം. നീ ഫോൺ വെച്ചേ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ആ മിന്നൽ രാജുവിനെയാണോ ഫോൺ ചെയ്തതെന്ന് സംശയമുണ്ട്. ആ ഫോൺ വാങ്ങി നോക്കിയാൽ ഇപ്പോൾ അറിയാൻ പറ്റും. ആവശ്യമില്ലാതെ വെറുതെ ഓരോ പവിത്രൻ സാർ ഇപ്പൊ ആർക്കാ ഫോൺ ചെയ്തത്? ഈ രാജു എന്ന് പറയുന്നത് മിന്നൽ രാജു ആണോ? മാർക്കറ്റിലെ ഗുണ്ടാ നേതാവ്. ഗുണ്ടാ നേതാവോ? ദർശന ആരെപ്പറ്റി പറയുന്നത്? ഇപ്പൊ ഫോണിൽ വിളിച്ച് സംസാരിച്ച ആ ആളെ കുറിച്ച് തന്നെ. അത് നമ്മുടെ ഒരു ക്ലയന്റാ. ആ പവിത്രൻ സാറാ ഫോണും തന്നെ. ആ ക്ലയന്റുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അതെന്തിനാ? പവിത്ര, യഥാർത്ഥ ക്ലയന്റ് ആണെങ്കിൽ ആ ഫോൺ കൊടുക്കാൻ എന്തിനാ മടിക്കുന്നേ? അളിയനെന്താ ഇതിനകത്ത് ചാരപ്പണി നടത്തുവാണോ? ചാരപ്പണിയോ? എന്ത് ചാരപ്പണി? മാർക്കറ്റിലൊരു ഗുണ്ടയുണ്ടല്ലോ, മിന്നൽ രാജു. ആ മിന്നൽ രാജുവിനാണ് നീ ഫോൺ ചെയ്തതെന്ന്. അവനെയാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം. അതൊന്ന് ഉറപ്പിക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. എനിക്കൊരു മിന്നൽ രാജുവിനെ അറിയില്ല. എങ്കി പിന്നെ ഫോണിങ് തന്നൂടെ? ഞാനും നോക്കട്ടെ. കൊടുക്ക്. ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യോ സർ? ലോക്ക്. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ നമ്പർ സ്വിച്ച് ഓഫ് ആണല്ലോ സർ.
അത്യാവശ്യത്തിന് മാത്രം വിളിക്കുക, നമ്പർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. സാധാരണ കൊട്ടേഷൻകാരും ക്രിമിനലുകളും ഒക്കെയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു മിനിറ്റ്.